ഷിയാസ് അക്കാഡമിയുടെ 4ാമത്തെ ക്ലാസ്സിലാണ് നമ്മളിപ്പോൾ ഡെബിറ്റ് ക്രെഡിറ്റ് പഠിച്ചു, ജേണൽ പഠിച്ചു, ബാങ്കിങ് ട്രാൻസാക്ഷൻ പഠിച്ചു. ഇന്ന് നമുക്ക് ലെഡ്ജറും ട്രയൽ ബാലൻസും പഠിച്ചാലോ? അപ്പൊ ജേണൽ കൊണ്ട് എങ്ങനെയാണ് ലെഡ്ജർ ട്രയൽ ബാലൻസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെഡ്ജർ ആൻഡ് ട്രയൽ ബാലൻസ് ആണ്. എന്താണ് ലെഡ്ജർ, എന്താണ് ട്രയൽ ബാലൻസ്? എ ലെഡ്ജർ അക്കൗണ്ട് ഇൻ അക്കൗണ്ടിങ് is a detailed record used to classify and store financial transactions for a specific assets, liability, equity, revenue or expense item. Known as the principal book, it organizes data from journal into T account format. Journals into a T account format, debit on the left side, credit on the right. To track ബാലൻസസ് ഫോർ ക്രിയേറ്റിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് പഠിച്ചു, അതിനെ ജേണലൈസ് ചെയ്യാൻ പഠിച്ചു. ആ ജേണലൈസ് ചെയ്യുന്നത് റെക്കോർഡിംഗ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനിയും അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നു, അതാണ് ലെഡ്ജർ. നമ്മുടെ ജേണൽ തന്നെ എടുക്കാം. ഈ ജേണലിനകത്ത് ഫസ്റ്റ് വൺ ക്യാഷ് ടു ക്യാപിറ്റൽ, പർച്ചേസ് ടു ക്യാഷ്, ഫർണിച്ചർ ടു ക്യാഷ്, ഇല്ലേ? ഇങ്ങനെയാണല്ലോ ജേണൽ എൻട്രി പോയത്. അപ്പോൾ ഫസ്റ്റ് വൺ ഒരു ക്യാഷ് എന്ന് പറയുന്ന ഒരു ലെഡ്ജറാണ്, ക്യാപിറ്റൽ എന്ന് പറയുന്ന അടുത്ത ലെഡ്ജറാണ്. അതേ ജേണൽ എൻട്രി തന്നെ അടുത്ത ജേണൽ എൻട്രിയിലേക്ക് പോകുമ്പോൾ പർച്ചേസസ് ഒരു ലെഡ്ജറാണ്, ക്യാഷ് ഓൾറെഡി ലെഡ്ജറാണ്, നമ്മൾ എടുത്തിട്ടുണ്ട്. ദെൻ ഫർണിച്ചർ, ദെൻ അടുത്തതിലേക്ക് വരുമ്പം സെയിൽസ്, ബാങ്ക്, ദെൻ സാലറി, ദെൻ കമ്മീഷൻ. അപ്പോൾ ഈ ഒരു 10 ട്രാൻസാക്ഷനകത്ത് കോമൺ ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ആദ്യം തൊട്ട് 10 വരെയുള്ള ഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ലെഡ്ജേഴ്സ് 8 എണ്ണമാണ്, അല്ലേ? 2, 4, 6, 8. ക്യാഷ്, ക്യാപിറ്റൽ, പർച്ചേസ്, ഫർണിച്ചർ, സെയിൽസ്, ബാങ്ക്, സാലറി, കമ്മീഷൻ. 8 നമ്പർ ഓഫ് ലെഡ്ജർ അക്കൗണ്ടാണ്. ഈ 8 നമ്പർ ഓഫ് ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഫോമാറ്റ് അല്ലെങ്കിൽ ഒരു ലെഡ്ജർ പെർഫോമ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന ടി ഫോം എന്ന് പറയുന്നതാണ്. ഒരു സെക്ഷൻ ഡെബിറ്റ്, ഒരു സെക്ഷൻ ക്രെഡിറ്റ്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡും ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട് എന്ന് പറയും. ഇതാണ് ലെഡ്ജറിൻ്റെ ഒരു ഫോമാറ്റ്. അപ്പോൾ നമ്മൾ പ്രീവിയസിൽ കാണിച്ചിട്ടുള്ള ഈ ജേണൽ എൻട്രീസിൻ്റെ എങ്ങനെയാണ് നമ്മളിതിൽ റെക്കോർഡ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ ഈ ജേണലിൻ്റെ അകത്ത് ക്യാഷ്, പർച്ചേസ്, ക്യാപിറ്റൽ, ഫർണിച്ചർ, സെയിൽസ്, ബാങ്ക്, സാലറി, കമ്മീഷൻ, അങ്ങനെ 8 ലെഡ്ജേഴ്സ്. നോക്കുക, നമ്മുടെ ആ ജേണൽ എഴുതി വരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്നാണ്. പക്ഷേ ഈ ഡെബിറ്റ് എഴുതുന്നതിന് ഫ്രണ്ടിൽ ഒരു ബൈ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. കാരണം ഞാനിപ്പോൾ ആ ലെഡ്ജർ അക്കൗണ്ട് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ജേണലിനെ ഒന്നുകൂടെ ഞാൻ സ്പെസിഫിക് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജേണൽ എൻട്രിയുടെ ഡെബിറ്റ് എഴുതുന്നതിൻ്റെ കൂടെ ഒരു ബൈ ഉണ്ട്. ആ ബൈ നമ്മൾ ഇതിനകത്ത് എഴുതിയില്ലെങ്കിലും അവിടെ ബൈ ഉണ്ട്. ഇനിയും ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയാം. നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യുന്ന ക്യാഷ് ലെഡ്ജറാണ്. ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന ലെഡ്ജർ വരച്ചു. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്, ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ക്യാഷുമായിട്ട് വരുന്ന ജേണൽ എൻട്രീസാണ് നമ്മൾ ഈ ക്യാഷിൻ്റെ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ടോപ്പിൽ ഹെഡിങ് ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ, തെറ്റാതിരിക്കാൻ വേണ്ടിയാണേ, ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ ടു ക്യാഷ് എന്നോ ബൈ ക്യാഷ് എന്നോ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവില്ല, എഴുതില്ല. കാരണം നമുക്ക് ഓരോ ലെഡ്ജർ എടുക്കുമ്പോൾ, ഓരോ ജേണൽ എൻട്രി എടുക്കുമ്പോൾ അതെങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് പറയാം. നോക്കൂ, ഫസ്റ്റ് വൺ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാഷ് ലെഡ്ജറിനകത്ത് ക്യാഷ് എന്നുള്ള വാല്യൂ അല്ലേ, ക്യാഷ് എന്നുള്ളത് നമുക്ക് അകത്ത് എഴുതില്ല. പിന്നെന്താണ്? ടു ക്യാപിറ്റൽ 12,000 എന്ന് എഴുതും. ദെൻ അടുത്തത് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷാണ്. അത് നമ്മൾ ക്യാഷ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നത് ബൈ പർച്ചേസസ് എന്നാണ്, 6,000.
അടുത്തത് ഫർണിച്ചർ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ആണ്. ബൈ ഫർണിച്ചർ 2000. അടുത്തത് ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് ആണ്. അപ്പോൾ ഇതിൽ എഴുതുന്നത് ടു സെയിൽസ് 8000. നെക്സ്റ്റ് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ആണ്. നമ്മൾ എഴുതുന്നത് ബൈ ബാങ്ക് 5000. അടുത്തത് ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് എഴുതുന്നത് ടു സെയിൽസ് 3000. ദെൻ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ഒരെണ്ണം കൂടിയുണ്ട്, ബൈ ബാങ്ക് 2000. ദി ലാസ്റ്റ് വൺ ക്യാഷ് ടു കമ്മീഷൻ ആണ്, ടു കമ്മീഷൻ. അപ്പം നമ്മൾ ഡെബിറ്റിലും എഴുതി ക്രെഡിറ്റിലും എഴുതി. ക്യാഷ്, പർച്ചേസ്, സെയിൽസ്, ബാങ്ക് തുടങ്ങിയ ലെഡ്ജറുകളൊക്കെ ആയിരിക്കും ഒരുപാട് ഡെബിറ്റിലും ക്രെഡിറ്റിലും ഒക്കെ പോസ്റ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ. അപ്പം നമുക്കിവിടെ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന ലെഡ്ജറിൽ എല്ലാ ജേണൽ എൻട്രിയും പോസ്റ്റ് ചെയ്തു. ഇനി എവിടെയാണ്, അതായത് ഏത് സൈഡാണ്, ഡെബിറ്റ് സൈഡാണോ ക്രെഡിറ്റ് സൈഡാണോ നമ്മുടെ എമൗണ്ട് കൂടുതൽ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഡെബിറ്റ് സൈഡിൽ നോക്കിയപ്പോൾ 12,000 പ്ലസ് 8,000 പ്ലസ് 3,000 പ്ലസ് 200 23,200 വരും. ഇവിടെ 6,000 പ്ലസ് 2,000 പ്ലസ് 5,000 പ്ലസ് 2,000 15,000 ആണ്. അപ്പോൾ നമുക്ക് ഡെബിറ്റിലാണ് കൂടുതൽ എമൗണ്ട് 23,200. ഈ 23,200നെ നമ്മൾ ക്രെഡിറ്റിലേക്ക് എഴുതും. ഈ 23,200ൽ നിന്ന് ഇവിടെയുള്ള 15,000 നമ്മൾ ഡിഡക്റ്റ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 8,200. അതിനെ നമ്മൾ എവിടെയാണോ ബാലൻസ് വരുന്നത് അത് നമ്മൾ എന്ത് ചെയ്യും, ക്യാരിഡ് ഓൺ ചെയ്യും. ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ ബാലൻസിങ് ഫിഗർ. ഇത് ഡെബിറ്റിലാണെങ്കിൽ ഡെബിറ്റിൽ ബാലൻസ് ചെയ്യും, ക്യാരിഡ് ഓൺ ചെയ്യും. ഇതിപ്പം ക്രെഡിറ്റിലാണ്. സോ ക്രെഡിറ്റിൽ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ടോട്ടലിൻ്റെ താഴെ നെക്സ്റ്റ് ഡേറ്റിലേക്കോ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിലേക്കോ നെക്സ്റ്റ് ഇയറിലേക്കോ ഒക്കെ ആയിട്ട് നമ്മളത് ബ്രോഡ് ഡൗൺ ചെയ്യും. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 8,200. അപ്പോൾ നമ്മുടെ ബാലൻസ്, ക്യാഷ് അക്കൗണ്ടിൻ്റെ ബാലൻസ് എവിടെയാണ് ബ്രോഡ് ഡൗൺ ചെയ്തതെന്ന് നോക്കിയാൽ ഡെബിറ്റ് സൈഡ്. ഇതിനൊരു പ്രാധാന്യമുണ്ട്, അത് പറയാം. 8,200 8,200 ക്യാഷ് ബാലൻസ്. അടുത്ത ക്യാപിറ്റലാണ്. ഒരൊറ്റ ജേണൽ എൻട്രി ഉള്ളൂ, ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ ഹെഡ് വന്നു, ടു ക്യാപിറ്റലും വരില്ല, ബൈ ക്യാപിറ്റലും വരില്ല. പിന്നെന്താണ്, ബൈ ക്യാഷ് 12,000. വേറെ വാല്യൂ ഒന്നുമില്ല. ആ 12,000 നമ്മൾ ടോട്ടൽ ചെയ്തു. ക്രെഡിറ്റിലും ആ 12,000 നമ്മൾ ക്രെഡിറ്റിലുള്ളത് ഡെബിറ്റിലേക്ക് നമ്മൾ ബാലൻസ് ചെയ്യാൻ പോവാണ്. ടു ബാലൻസ് ക്യാരി ഡൗൺ. ദെൻ അതിന് ശേഷം നമ്മൾ അടുത്തത് ക്രെഡിറ്റിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്തു 12,000. നോക്കിയേ, ക്രെഡിറ്റ് സൈഡിലാണ് 12,000 ക്യാപിറ്റൽ ബ്രോഡ് ഡൗൺ ചെയ്തത്. അടുത്തത് പർച്ചേസാണ്. അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് പർച്ചേസ് അക്കൗണ്ടാണ്. പർച്ചേസ് അക്കൗണ്ടിൽ നമുക്ക് 2 ട്രാൻസാക്ഷൻ ആണുള്ളത്. പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്, പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. അപ്പോൾ നമുക്കിവിടെ എന്തെഴുതും, ടു ക്യാഷ് 6,000, ടു ബാങ്ക് 4,000. ടോട്ടൽ 10,000 ആണ്. ആ 10,000 ക്രെഡിറ്റിലേക്ക് എഴുതി. അത് വീണ്ടും ബാലൻസ് ചെയ്യാൻ വേണ്ടി ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ. ദെൻ ടോട്ടലിൻ്റെ താഴെ ഡെബിറ്റ് സൈഡിലേക്ക് നമ്മൾ ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്തു. നെക്സ്റ്റ്, അപ്പം പർച്ചേസ് എന്തായി, പർച്ചേസ് ഡെബിറ്റ് ബാലൻസിൽ ബ്രോഡ് ഡൗൺ ചെയ്തു. അടുത്തത് ഫർണിച്ചർ. ഫർണിച്ചർ നമുക്ക് ഒരൊറ്റ ജേണൽ എൻട്രി ഉള്ളൂ, ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് 2,000 എഴുതി. അത് നമ്മൾ ടോട്ടൽ ചെയ്തു, ക്രെഡിറ്റിലേക്ക് എഴുതി. ക്രെഡിറ്റിൽ നമ്മൾ ബാലൻസ് ചെയ്തു, ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ. ദെൻ അത് ബ്രോഡ് ഓൺ ചെയ്തു, ടു ബാലൻസ് ബ്രോഡ് ഓൺ. ഫർണിച്ചർ അപ്പം ഡെബിറ്റിൽ ബാലൻസിലാണ്. അടുത്തത് നമ്മുടെ സെയിൽസ് അക്കൗണ്ടാണ്. സെയിൽസ് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ നോക്കൂ, 2 ട്രാൻസാക്ഷൻസ് ആണ്. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസും ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസും 8,000 3,000. അപ്പോൾ നമ്മളിവിടെ എഴുതും ബൈ ക്യാഷ് 8,000, ബൈ ക്യാഷ് 3,000, ടോട്ടൽ 11,000. ആ 11,000 നമ്മൾ ഡെബിറ്റിലേക്ക് എഴുതി. അവിടെ നമ്മൾ ബാലൻസ് ചെയ്തു, ടു ബാലൻസ് ക്യാരിഡ് ഓൺ 11,000, ബൈ ബാലൻസ് ബ്രോഡ് ഓൺ 11,000. അപ്പോൾ സെയിൽസ് ക്രെഡിറ്റിൽ നമ്മളുടെ ബാലൻസ് ചെയ്തു. ദെൻ ബാങ്ക്. നമുക്ക് ബാങ്കിന് ഇത്ര ട്രാൻസാക്ഷൻസ് ഉണ്ട്. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്, പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്, ബാങ്ക് ടു ക്യാഷ് 2,000, സാലറി ടു ബാങ്ക്. അപ്പോൾ ഇവിടെ ടു ക്യാഷ് 5,000, ബൈ പർച്ചേസ് ടു ബാങ്കിൻ്റെ ബൈ പർച്ചേസ് 4,000, ടു ക്യാഷ് 2,000,
ബൈ സാലറി 400. ഇവിടെ എവിടെയാണ് കൂടുതൽ? യെസ്, ഡെബിറ്റിലാണ് 7,000. ആ 7,000 നമ്മൾ ക്രെഡിറ്റിലേക്ക് എഴുതി. ആ ക്രെഡിറ്റിലേക്ക് എഴുതി കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ 4,400 ബാലൻസ് ചെയ്തപ്പം 2,600 ആണ് നമ്മുടെ ബാലൻസ് കിട്ടിയേക്കുന്നത്. സോ ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ അതിനെ നമ്മൾ ബ്രോഡ് ഓൺ ചെയ്തു 2,600. ഇപ്പം ബാങ്ക് എന്ന് പറയുന്നത് എന്തായി? ഡെബിറ്റ് ബാലൻസ് ആയി. അടുത്ത സാലറി ടു ബാങ്ക് ആണ്. ടു ബാങ്ക് 400 ടോട്ടൽ ചെയ്തു, ക്രെഡിറ്റിലേക്ക് എഴുതി, അവിടെ ബാലൻസ് ചെയ്തു, അത് ബ്രോഡ് ഓൺ ചെയ്തു. സാലറിയും ഡെബിറ്റിൽ ബ്രോഡ് ഓൺ ആയി. ദ ലാസ്റ്റ് വൺ കമ്മീഷൻ. ക്യാഷ് ടു കമ്മീഷൻ ആണ്. നമ്മൾ ബൈ ക്യാഷ് എഴുതി 200 ടോട്ടൽ ചെയ്തു, ക്രെഡിറ്റിലേക്ക് എഴുതി, ടോട്ടൽ ചെയ്തു, ദെൻ അവിടെ ബാലൻസ് ടു ബൈ ബാലൻസ് ബ്രോഡ് ഓൺ. കമ്മീഷനും കംപ്ലീറ്റ് ആയി. കമ്മീഷൻ അപ്പോൾ എന്താണ്? കമ്മീഷൻ ക്രെഡിറ്റിൽ ബാലൻസ് ചെയ്തു. അപ്പം നമ്മൾ ബാലൻസ് ചെയ്തേക്കുന്ന ഓരോ ലെഡ്ജറും ഡെബിറ്റിലും ക്രെഡിറ്റിലും ഒക്കെ ആയിട്ട് നമ്മൾ എടുത്തെടുത്ത് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ട്രയൽ ബാലൻസിലേക്ക് എഴുതുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ലെഡ്ജർ എഴുതിയ കാര്യങ്ങൾ, ലെഡ്ജറിൽ എഴുതിയേക്കുന്ന ബാലൻസുകൾ ബ്രോഡ് ഓൺ ചെയ്തേക്കുന്നത് എവിടെയാണ്, അതനുസരിച്ചിട്ട് നമ്മളത് ട്രയൽ ബാലൻസിലേക്ക് നമ്മൾ മാറ്റുകയാണ്. ട്രയൽ ബാലൻസ്. A trial balance is an internal accounting report listing the ending balance of all general ledger account in two columns, debit and credit, to ensure they equal. 2 കോളത്തിലേക്ക് ഡെബിറ്റിലും ക്രെഡിറ്റിലുമായിട്ടാണ് നമ്മളിത് എഴുതുന്നത്. എല്ലാ ജനറൽ ലെഡ്ജർ അക്കൗണ്ടിൻ്റെയും എൻഡിങ് ബാലൻസ് എഴുതുന്നു. അത് രണ്ടും ഈക്വൽ ആണോ എന്നുള്ളതാണ് നമ്മളിതിൽ നോക്കുന്നത്. ഇതിൽ ട്രയൽ ബാലൻസ്. ഇറ്റ് ഈസ് യൂസ് ടു വെരിഫൈ ദ mathematical accuracy of bookkeeping system, usually at the end of an accounting period, before preparing financial statement. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത് കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്തേക്കുന്ന എല്ലാ ലെഡ്ജർ ബാലൻസുകളും കൃത്യമാണോ, മാത്തമാറ്റിക്കൽ ആക്യുറസി ഉള്ളതാണോ വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ട്രയൽ ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രയൽ ബാലൻസിൻ്റെ ഫോർമാറ്റ് ഇതാണ്. പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ്, ക്രെഡിറ്റ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലെഡ്ജർ ബാലൻസുകൾ ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ ബ്രോഡ് ഓൺ ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ട്രയൽ ബാലൻസ് വരച്ചു. നമ്മുടെ ആദ്യത്തെ എന്താണ്? ക്യാഷ് അല്ലേ. ആ ക്യാഷ് എവിടെയായിരുന്നു? 8,200 ഡെബിറ്റ് ബാലൻസ് ആയിരുന്നു. അത് നമ്മൾ എഴുതി. ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരുന്നു 12,000 എഴുതി. പർച്ചേസസ് ഡെബിറ്റ് ബാലൻസ് ആയിരുന്നു 10,000 എഴുതി. ഫർണിച്ചർ 2,000 ഡെബിറ്റ് ബാലൻസ് ആണ്. സെയിൽസ് 11,000 ക്രെഡിറ്റ് ബാലൻസ് ആണ്. ബാങ്ക് 2,600 ഡെബിറ്റ് ബാലൻസ് ആണ്. സാലറി 400 ഡെബിറ്റ് ബാലൻസ് ആണ്. കമ്മീഷൻ ക്രെഡിറ്റ് ബാലൻസ് ആണ് 200. ഈ 2 ഭാഗങ്ങളും ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്യുമ്പം 23,200 തന്നെയാണ്. ഇപ്പോൾ 2 ഭാഗങ്ങളും, അതായത് നമ്മൾ എഴുതിയേക്കുന്ന ജേണൽ, അതിൽ നിന്ന് നമ്മൾ ലെഡ്ജർ എഴുതി, ആ ലെഡ്ജറിൻ്റെ ബാലൻസ് നമ്മൾ നോക്കി എവിടെയാണോ ബ്രോഡ് ഓൺ ചെയ്തിരിക്കുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് 2 രീതിയിൽ എടുക്കാം. ബാലൻസിങ് മെത്തേഡും എടുക്കാം, ടോട്ടലിംഗ് മെത്തേഡും എടുക്കാം. നമ്മളിപ്പം ബാലൻസിങ് മെത്തേഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബാലൻസ് എവിടെയാണോ ബ്രോഡ് ഓൺ ചെയ്യുന്നത്, ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ, അത് നമ്മളിവിടെ എഴുതി പോകുന്ന മെത്തേഡാണ് ട്രയൽ ബാലൻസ്. അപ്പോൾ ലെഡ്ജറും ട്രയൽ ബാലൻസും കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഒരു ബുക്ക് ഒക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങളിത് പ്രിപ്പയർ ചെയ്ത് പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിൽ മെസ്സേജ് ചെയ്യുക. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതിനുള്ള റെസ്പോൺസ് ഉണ്ടായിരിക്കും, റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ഷിയാസ് അക്കാഡമി. ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.